മൂന്ന് മുന്നണികൾക്കും അവർ കണക്കുകൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടാവും. ആത്മവിശ്വാസത്തിലുള്ള കണക്കുകളാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മൂന്ന് മുന്നണികൾക്കും എങ്ങനെയാണ്? ടെൻഷൻ ആണോ, കോൺഫിഡൻസ് ഉണ്ടോ? എന്താണ് പ്രസാദ് നമ്മൾ ഈ നേതാക്കളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നത്? CPM-ന്റെ ഒക്കെ കണക്കുകൾ എന്ന് പറയുന്നത് ഏകദേശം അച്ചട്ടാണ്. അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞ തവണത്തെ പോലെയാവും. അതല്ല, കുറച്ച് വലിഞ്ഞു മുറുകിയൊക്കെ ഇരിക്കുന്ന മുഖമാണെങ്കിൽ കുറച്ച് പ്രശ്നമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് മുന്നണികളുടെയൊക്കെ പ്രതീക്ഷകൾ? TV പ്രസാദ്. അരുൺ, ഇതിൽ LDF ആണ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ വലിയ പരാജയമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ മുന്നേറ്റം LDF-ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പൊതുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് LDF-നെ തുണക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം അതല്ല കളി എന്നാണ് UDF വിശദീകരിക്കുന്നത് അരുൺ. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കാര്യമായി വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDF കരുതുന്നത്. പക്ഷേ BJP പറയുന്നത് അതല്ല, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വോട്ടിൻ്റെ അവകാശികൾ നമ്മളാണ് എന്ന് BJP മുന്നോട്ട് വയ്ക്കുന്നു. ചുരുക്കത്തിൽ മൂന്ന് പേർക്കും വലിയ പ്രതീക്ഷയുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അരുൺ, കോർപ്പറേഷനിലെ മത്സരമാണ്. പ്രത്യേകിച്ച് ഇവിടെ തെക്കൻ ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരം എന്ന് പറഞ്ഞാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മത്സര ബലത്തെക്കാളും ആളുകൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് CPM-ഉം BJP-യും നേർക്കുനേർ മത്സരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണയാണെങ്കിൽ ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ ഒരു പട തന്നെയാണ് UDF-ന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ വെറും 10 സീറ്റ് മാത്രമായിരുന്നെങ്കിൽ ഇത്തവണ അത് 25 വരെ ഉയർത്തിയേക്കും എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള 15 സീറ്റുകൾ ആരുടേതിൽ നിന്നാണ് പിടിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് BJP-യുടെ സിറ്റിംഗ് സീറ്റുകളായിരിക്കുമോ പിടിക്കുക, അതല്ല CPIM-ൻ്റേതായിരിക്കുമോ എന്നുള്ളതാണ്. ഇനി CPIM-ൻ്റേതാണ് കൂടുതൽ പിടിക്കുന്നതെങ്കിൽ BJP-യും CPM-ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് കൂടി വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രവചനാതീതമായ മത്സരമായി മാറും. ഒരുപക്ഷെ വലിയ ടെൻഷനിലേക്ക് അത് പോകുമെന്ന കാര്യം ഉറപ്പാണ്. മറ്റു പൊതുവിൽ ജില്ലാ പഞ്ചായത്തുകൾ തെക്കൻ ജില്ലകളിൽ പരിശോധിച്ചാൽ LDF-ന്റെ മേധാവിത്വമുള്ളതാണ്. പക്ഷേ മികച്ച പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് UDF അവകാശപ്പെടുന്നത്. BJP പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വാർഡുകൾ കിട്ടി, വാർഡുകളിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു, അത്രത്തോളം വാർഡുകൾ സ്വന്തമാക്കും എന്ന അവകാശവാദമാണ് തെക്കൻ ജില്ലകളിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അരുൺ, ഓക്കെ, TV പ്രസാദ് തുടരണം. ഞാനൊന്ന് സജോ ദേവസ്യയിലേക്കും ഒപ്പം VS രഞ്ജിത്തിലേക്കും ഒന്ന് പോയി വരാം. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, ഒരുപാട് വിഷയങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചു. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്തിലൊക്കെ വിധി എഴുതുമ്പോൾ, കോർപ്പറേഷനിലൊക്കെ വിധി എഴുതുമ്പോൾ അത് വാർഡുകളിലെ പ്രാദേശിക ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ വിധിയിൽ പ്രതിഫലിക്കുക. എന്നാൽ ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും ഒക്കെ കടക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയം പ്രതിഫലിക്കും. വടക്കൻ കേരളത്തിലാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വിഷയമാണ് തുടർച്ചയായി മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഉയർത്തിയത്. അതിനോടൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം നിൽക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നടൻ ദിലീപിനെ വെറുതെ വിട്ടെങ്കിലും 6 പ്രതികളെ ശിക്ഷിച്ച വിധി വരുന്നു. ഇതടക്കമുള്ള ഒരുപാട് ചർച്ചകൾ നിലനിൽക്കുന്നു. PMC-യുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സംഘപരിവാറിന്റെ ഒപ്പം യാത്ര ചെയ്യുന്നു എന്ന മട്ടിലുള്ള പ്രതികരണം പ്രതിപക്ഷം നടത്തുന്നു. സ്വർണ്ണക്കൊള്ള വിഷയം നിൽക്കുന്നു. അങ്ങനെ സംഭവബഹുലമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. ഈ വിവാദങ്ങളൊക്കെ ആരെ തുണച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തെക്കൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയുന്നു. വടക്കൻ കേരളത്തിൽ എങ്ങനെയാണ് അവസ്ഥ? VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 50-50 ആണ്. അതായത് 50 വ്യക്തിപരമാണെങ്കിൽ 50 രാഷ്ട്രീയ വിഷയങ്ങളാണ്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ കൂടി കഴിഞ്ഞ തവണ ഉണ്ടായ അത്രയും പോളിംഗ് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ 79% കഴിഞ്ഞ തവണ പോളിംഗ് ഉണ്ടായി. ഇത്തവണ അത് 75-ൽ എത്തി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പോളിംഗിൽ വലിയ കുറവ്, അത് കോർപ്പറേഷനിലൊക്കെ വലിയ തോതിൽ കുറവുണ്ടായി എന്നുള്ളതാണ്. കോർപ്പറേഷൻ ഇത്തവണ 65%ഒക്കെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ പോളിംഗ്. എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ വീട്ടിലിരുന്നിട്ടുണ്ട്. അത് പണ്ടൊക്കെ ആണെങ്കിൽ പറയുന്നത് സഖാക്കളൊക്കെ CPM-കാരൊക്കെ വോട്ട് ചെയ്തു, UDF-ന് വോട്ട് ചെയ്യേണ്ടവർ വീട്ടിലിരുന്നു, അതുകൊണ്ട് നേട്ടം LDF-നായിരിക്കും എന്നുള്ളതാണ്. ഇത്തവണ അത് അങ്ങനെ പറയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ആരാണ് മനസ്സുമടുത്ത് വീട്ടിലിരുന്നത്, ആരുടെ വോട്ടുകളാണ് പെട്ടിയിലാവാതിരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാ മുന്നണികൾക്കുമുണ്ട്. വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത് ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയവും അതുപോലെ തന്നെ LDF സർക്കാരിനെതിരെ UDF ഉന്നയിച്ചിട്ടുള്ള ഈ CPM BJP ബന്ധം, CJP എന്നവർ പേരിട്ട് വിളിക്കുന്ന ആ ബന്ധവുമൊക്കെയാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം കൺസോളിഡേറ്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ പിണങ്ങി സമസ്തയൊക്കെ UDF-ൽ നിന്ന് അകന്നോ, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി UDF-ഉം ബന്ധമുണ്ടാക്കുമ്പോൾ സമസ്തയ്ക്ക് അതിൽ EK വിഭാഗത്തിനും AP വിഭാഗത്തിനും വലിയ പിണക്കമുണ്ടായിരുന്നു. അതെങ്ങനെയാണ് പോളിംഗിൽ പ്രതിഫലിച്ചത്? മലപ്പുറത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്തുകളിലൊക്കെ ഈ വെൽഫെയർ ബന്ധം UDF-ന് ഗുണം ചെയ്തോ? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചർച്ചയാവേണ്ടത്. പാലക്കാടാണ് വടക്കൻ കേരളത്തിൽ ഏറ്റവും
ഗ്ലാമർ ആയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. കാരണം BJP നിലവിൽ ഭരണത്തിലുള്ള മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റി BJP നിലനിർത്തുമോ അതോ അതിൽ ഒരു അട്ടിമറിയിലൂടെ LDFO UDFO അവിടെ ഭരണം നേടുമോ, BJPക്ക് കയ്യിലുള്ള മുനിസിപ്പാലിറ്റി നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. മലപ്പുറത്തേക്ക് വന്നാൽ ജില്ലാ പഞ്ചായത്തിൽ UDFന്റെ മേൽക്കൈ തന്നെയായിരിക്കും. പക്ഷേ ഈ വെൽഫെയർ പാർട്ടി ബന്ധമൊക്കെ ആരോപിച്ച് അതിൽ എന്തെങ്കിലും ചെറിയ ഇളക്കം സംഭവിപ്പിക്കാൻ LDFന് സാധിച്ചിട്ടുണ്ടോ എന്നറിയണം. കോഴിക്കോട് കോർപ്പറേഷനും LDFന്റെ കുത്തകയുള്ള കോർപ്പറേഷനാണ്. പക്ഷെ അവിടെ ഒരു 35 സീറ്റൊക്കെ വാങ്ങി ജയിക്കും, അട്ടിമറി ഉണ്ടാക്കുമെന്ന് UDF അവകാശപ്പെട്ടിരുന്നു. ആ അവകാശവാദത്തിലേക്ക് എത്ര ദൂരമുണ്ട് എന്നറിയാൻ ഒരു ദിവസത്തിന്റെ കാത്തിരിപ്പ് ബാക്കിയുണ്ട്. കാസർഗോഡാണെങ്കിൽ വിമതരാണ് UDFന് പ്രശ്നം. നിലവിൽ UDF ഭരിക്കുന്നുണ്ടെങ്കിലും 4-5 വിമതന്മാർ UDFനുണ്ട്. ഈ വിമതന്മാർ വോട്ട് പിടിച്ചാൽ ഒരു പക്ഷേ അവിടെ ഭരണം പോലും മാറാനുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നുണ്ട്. BJPയാണ് അവിടെ 2ാം സ്ഥാനത്തുള്ളത്. കണ്ണൂർ കോർപ്പറേഷനാണ് വടക്കൻ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കോർപ്പറേഷൻ. പ്രത്യേകിച്ച് UDFന് സംസ്ഥാനത്തെ ഏക കോർപ്പറേഷൻ കണ്ണൂരാണ്. അവിടെ അട്ടിമറികൾ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. എങ്കിൽ കൂടി LDF വലിയ പ്രതീക്ഷ കണ്ണൂരിലും വെച്ച് പുലർത്തുന്നുണ്ട്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്തും TV പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയത്. ചങ്കിടിപ്പാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ UDF കൂടുതൽ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ അത് BJPയുടെ വോട്ട് ബാങ്കിനെ ഇളക്കും എന്നുള്ളതാണ് LDFന്റെ ആത്മവിശ്വാസം. അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടോ, ഇളകിയത് സ്വന്തം വോട്ട് ബാങ്കാണോ എന്നുള്ളതൊക്കെ നാളെ അറിയാം. തൃശ്ശൂരിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് വലിയ സസ്പെൻസ് ഉണ്ട്. എറണാകുളം തിരിച്ച് UDF പിടിക്കുമോ എന്നുള്ളതാണ് ആശങ്ക. ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ LDFനോടൊപ്പം നിന്ന ഗ്രാമപഞ്ചായത്തുകൾ ഇക്കുറിയും അങ്ങനെ തന്നെ നിൽക്കുമോ? മുനിസിപ്പാലിറ്റിയിൽ UDFന് കിട്ടിയ ഒരു മുൻതൂക്കം ഇത്തവണയും ആവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നാളെ ഏകദേശം ഈ സമയമാകുമ്പോഴേക്കും കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ പലതിൻ്റെയും ആദ്യത്തെ ഫലസൂചനകൾ വന്നു തുടങ്ങും. ശക്തമായ ഇടത് തരംഗമാണെങ്കിൽ പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. ഇനിയുള്ള മാസങ്ങൾ വളരെ കടുത്തതാകും. അതല്ല, പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ ഇടത്തോട്ടുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്തുകൾ തിരിച്ചുമറിയുകയാണെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വെച്ച് 100% ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ എങ്കിലും അതിലൊരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. ആ പാറ്റേൺ വെച്ചുകൊണ്ട് അടുത്ത 3-4 മാസത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചന നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതാണ്.